കാരൂർ നീലകണ്ഠപിള്ളയുടെ പൊതിച്ചോറ് എന്ന കഥ. ഒരിക്കൽ ഒരു സ്കൂളിൽ ഹെഡ് മാസ്റ്ററുടെ അടുത്ത് ഒരു പരാതി എത്തി. 2ാം ക്ലാസ്സിലെ ഒരു കുട്ടി ഉച്ചഭക്ഷണത്തിനായി കൊണ്ടുവന്ന ചോറ് കാണുന്നില്ലെന്നായിരുന്നു പരാതി. കുട്ടികൾ ആരോ ചോറ് മോഷ്ടിച്ചതാകാമെന്നാണ് അധ്യാപകർ കരുതിയത്. വിശപ്പും ചോറ് കാണാത്തതിന്റെ സങ്കടവും സഹിക്കവയ്യാതെ ആ കുട്ടി കരയുന്നുണ്ടായിരുന്നു. ഹെഡ് മാസ്റ്റർ ആ കുട്ടിയെ സമാധാനിപ്പിച്ചു. കുട്ടികളെല്ലാം വരട്ടെ, നമുക്ക് അന്വേഷിക്കാം. നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ പുസ്തകമെടുത്ത് വീട്ടിലേക്ക് പോയിക്കൊള്ളൂവെന്നും അധ്യാപകൻ പറഞ്ഞു. ഒഴിവ് കഴിഞ്ഞ് എല്ലാ കുട്ടികളും ക്ലാസ്സിലെത്തിയപ്പോൾ അധ്യാപകർ ചോറ് മോഷ്ടിച്ച കുട്ടിയെ പിടിക്കാനെത്തി. ഓരോ കുട്ടികളുടെയും മുഖത്ത് അധ്യാപകർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. മോഷണം ചീത്തശീലമാണെന്നും അറിയാതെ വല്ല തെറ്റും പറ്റിയെങ്കിൽ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കണമെന്നുമെല്ലാം അവർ കുട്ടികളോട് പറഞ്ഞു. അധ്യാപകർ എല്ലാ കുട്ടികളെയും ചോദ്യം ചെയ്തെങ്കിലും ആരും കുറ്റം ഏറ്റുപറഞ്ഞില്ല. കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ആ കുട്ടിയുടെ പൊതിച്ചോറ് കട്ടത് ആ സ്കൂളിലെ തന്നെ അധ്യാപകനായിരുന്നു, പ്രധാന മാഷ്. സ്കൂൾ വിട്ടു പോകും നേരം അദ്ദേഹം തന്റെ കുറ്റം ഏറ്റുപറഞ്ഞ് മാനേജർക്ക് ഒരു കത്തും എഴുതി. കഴിഞ്ഞ 28 മണിക്കൂർ നേരം ആഹാരമൊന്നും കഴിക്കാതെ ജോലി ചെയ്യുകയായിരുന്നു ആ അധ്യാപകൻ. അങ്ങനെ വിശന്ന് തളർന്ന് വീഴുമെന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് ക്ലാസ്സിലെ ഏതോ ഒരു കുട്ടിയുടെ ഭക്ഷണം മോഷ്ടിച്ചത്.